എവിടെയാ? ഇത് ആരാണ് ഇടിച്ചത്? എരുമ പോലെ ഇടിയും കഴിഞ്ഞിട്ട് മിണ്ടാതെ പോകണം. പുറമ്പോ ഞാൻ മലയാളത്തിൽ പറഞ്ഞ ഇവന് മനസ്സിലായേ? അയ്യോ, അവന്റെ നോട്ടിന് ശരിയല്ല. കൽക്കട്ട ഇടി അങ്ങനെ ഇരിക്കുവോ ആവോ? അപ്പൊ അയ്യോ, രക്ഷപ്പെട്ടു. പുറമ്പോക്ക് എന്ന് വെച്ചാ പുറം എന്ന് പറഞ്ഞാൽ ബാക്ക്, പോക്ക് എന്ന് വെച്ചാൽ ലൂസ് മോഷൻ. യു ഹിറ്റ് മീ, അർജന്റ് ലൂസ് മോഷൻ. ചേട്ടാ, അങ്ങ് എവിടുന്നാ? What this nonsense? ചേട്ടാ, മലയാള പണ്ഡിത, കൽക്കട്ടയിൽ മലയാളികളെ കാണുന്നതേ ചുരുക്കം. അതും താങ്കളെ പോലൊരു പണ്ഡിതനെ കണ്ടത് വളരെ വലിയ കാര്യം. പുറമ്പോക്കെന്ന വാക്കിന് എത്ര വലിയ അർത്ഥം, എത്ര വ്യക്തതയോടെ. അയ്യോ, ഇത്ര വേഗം മനസ്സിലാക്കിയോ? അല്ല, നിങ്ങളും മലയാളിയാ? പിന്നെ ഇത്ര നേരം ഇംഗ്ലീഷാണ് സംസാരിച്ചത്? അതല്ല, ഞാൻ നിങ്ങളൊരു ഹിന്ദിക്കാരനാണെന്ന് വിചാരിച്ചു പേടിച്ചു. ഇവിടെ ഉണ്ട്. മലയാളിയാണെന്ന് മനസ്സിലായി. ശരി, നിങ്ങളെന്താ ഇവിടെ? അതൊന്നും പറയണ്ട. എന്റെ അളിയ നാട്ടിൽ നിന്ന് വന്നെന്ന് പറഞ്ഞു. അവൻ ഞാൻ വന്നളിയാ ഒരു ബ്രിഡ്ജിന്റെ അടുത്ത് നിൽക്കുവാന്ന് പറഞ്ഞു. ആ ബ്രിഡ്ജിന്റെ പേരെന്താന്ന് ഞാൻ ചോദിച്ചു. അതെന്താ ഹൗരാന്നോ ഏതാണോ പറഞ്ഞു. ഹൗറ ബ്രിഡ്ജോ? ഹൗറ. അതവൻ ടെലിഫോണിൽ കൂടെ പറഞ്ഞു. അത് എവിടെയത്? എന്താ, കളിയാക്കലൊന്നും വേണ്ട. ഞാനെന്തിനാ നിങ്ങളെ കളിയാക്കുന്നത്? പിന്നെ ഹൗറ ബ്രിഡ്ജ് ചെയ്യുന്നുണ്ട്. ഹൗറ ബ്രിഡ്ജ് എവിടെയെന്ന് വെച്ചാ പിന്നെ ഞാൻ എന്താ വിചാരിക്കേണ്ടത്? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ദൈവമേ, നമ്മുടെ നാട്ടിൽ ഈ ഹൗറ ബ്രിഡ്ജ് കാണിച്ചെന്നായിരുന്നല്ലേ ഞാൻ നിങ്ങൾക്കൊരു ചെറിയ അമ്പലം പടുത്ത് തന്നേനെ. അത് നാട്ടിലെവിടെ ഹൗറ ബ്രിഡ്ജ്? ഓ, അത് ശരിയാണല്ലോ. ഇനി പളീനെ നോക്കാം, അത് നല്ലത്. അളിയാ, നിങ്ങൾ വല്ല ടെൻഷൻ ആയിരിക്കുന്നു. വാ, ചായ കുടിക്കാൻ പോവാ. ദോ ചായ ദേ. അതെ, ഏയ് കാശ് ഞാൻ കൊടുക്കാം. മസാലപ്പാൽ ഓർഡർ ചെയ്തു. ഓ, അത് ശരി. ദോ ജിഗ്രിതെന്താ ദൂത്. ദൂത് എന്നാ പാല്, ജിഗ്രിതെന്താ ദൂത് എന്ന് പറഞ്ഞാൽ മസാല പാലെന്നർത്ഥം. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെയാണല്ലോ. അതല്ലേ പറയാൻ പറ്റൂ. ഓ, ഇതാണോ അത്? ഇതെന്താ ഒറ്റ വലി കുടിച്ചാ? അതൊന്നുമില്ല, നല്ല രുചിയല്ലേ. വായി വെച്ച വടിക്കട്ടെ. ശരി, എന്നാ ഒന്നുകൂടെ കൊടുക്ക്. വേണ്ട. അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഇഷ്ടം പോലെ പറഞ്ഞു, ഞാൻ കുടിക്കാ. അതെ, നമ്മുടെ പേരെന്താ? ബാനർജി. അത് നമ്മുടെ നാട്ടിലെ പേരല്ലല്ലോ. കറക്റ്റ്. എന്റെ ഒറിജിനൽ പേര് കുട്ടൻ. അയ്യോ, സിനിമ ബാനർ കെട്ടുന്ന കാരണം ബാനര കുട്ടാന്ന് വിളിക്കാൻ തുടങ്ങി. അതെനിക്ക് അശേഷം ഇഷ്ടമല്ല. ഉടനെ എന്ത് ചെയ്തു? ശിവാജി, നെഹ്റുജി, നേതാജി എന്നൊക്കെ പറയില്ലേ, അതിൽ നിന്നൊരു ജി എടുത്ത് ബാനറിന്റെ കൂടെ ചേർത്തു. അന്ന് മുതൽ ഇന്ന് വരെ ബാനർജി എന്ന എന്റെ പേര്. ഓഹോ, കൽക്കട്ടയിൽ ബാനർജി ഭയങ്കര ഫേമസ്. ഞാൻ വേൾഡ് മുഴുവൻ ഫേമസ്. ഒന്നുകൂടി എടുക്കടാ. എന്താ ചേട്ടൻ ചോദിക്കുന്നത്? ഇനി മുതൽ ഞാനേ ചോദിക്കൂ. വൺ മോർ. നല്ലവണ്ണം കുടിച്ചല്ലേ? ഈ ജിഗിരി എന്താ സൂപ്പർ. അതെയോ? ഒഴുകി പോകുമ്പോൾ അങ്ങനെയാ? ഇതെന്താ കട കൊണ്ടുപോകുന്നത്? അത് അവന്റെ കടയല്ലേ, കൊണ്ടുപോക്കോട്ടെ. ടാറ്റാ. ഇതെന്താ ഒരു ടാറ്റ കാണിക്കുന്നത്? ക്രിക്കറ്റ് മാച്ച് നടക്കും ചേട്ടാ. അളിയൻ വന്നില്ലേ? ഇപ്പൊ വരും. വരണം. വരുന്നേ. വരണം. എനിക്കെന്തോ കപ്പലിരിക്കുന്ന മാതിരി തോന്നുന്നു. ചുറ്റും വെള്ളമുള്ളത് പോലെ തോന്നുന്നുണ്ടോ? അതെ. കുടിച്ചത് കൂടിപ്പോയി. എന്നാ എനിക്കിത് വേണ്ട. എന്താ ഉടഞ്ഞ ശബ്ദം കേട്ട? അപ്പൊ തറയല്ല വീണ്. അല്ല, എനിക്ക് മാത്രം ഇവിടെ എന്താ കറങ്ങുന്ന പോലെ തോന്നുന്നത്. മനസ്സിൽ വിഷമമുണ്ടായി. അങ്ങനെ അത് ഉടനെ ആരോടെങ്കിലും പറയണം. ഞാൻ പറഞ്ഞേക്കാം. എന്നാ വാ. ഞാന് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഭയങ്കര കഷ്ടപ്പാടാ. ആ വീട്ടില് കുട്ടി മുതൽ കിളവ് വരെ എന്നെ പെടാപ്പാട് പെടുത്തും. ഒരു മനുഷ്യൻ രാവിലെ എത്ര മണിക്ക് ശാപ്പാട് കഴിക്കും? ഞാൻ 8 മണിക്ക് കഴിക്കും. ഞാൻ 12:30 കഴിക്കുന്നത് അറിയാവോ? അപ്പൊ ഉച്ചക്കത്തെ ഭക്ഷണം 4:30. രാത്രി വെളുപ്പിനെയല്ലേ? അപ്പൊ ഉറക്കം? അതാ ഇപ്പൊ നന്നായേ. മറ്റുള്ളവരുടെ കുറുക്കവും കോഴിയുടെ കൂലും ഒരേ കോറസ് പോലെയല്ലേ കേൾക്കുന്നത്. പിന്നെ എങ്ങനെയാ ഉറങ്ങുന്നത്? അത്രയ്ക്ക് പ്രശ്നമാണോ? അതെ, അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും തല ചുറ്റുന്നത്. ഇപ്പോഴും നോക്ക്, നമ്മൾ രണ്ടാളും തറയല്ല നിൽക്കുന്നത്. പക്ഷെ ഇത്ര നേരം പടി കയറി പോകുന്ന പോലെ ഒരു ഫീലിംഗ്. അയ്യോ, കാലൊക്കെ വീങ്ങിയിരിക്കുന്നല്ലോ. ഇത്ര മാത്രം നിങ്ങളെ കഷ്ടപ്പെടുന്ന ആരാ? ജഡ്ജി തന്നെ. നാട്ടിലായിരുന്നപ്പോ അദ്ദേഹത്തിന്റെ കുടുംബത്തെ മാത്രം നോക്കിയാൽ മതിയായിരുന്നു. ഇവിടെ ഒരു കുട്ടിപ്പട്ടാളിനെ കൊണ്ട് തന്നെ കഷ്ടപ്പെടുക. എനിക്ക് വരുന്ന ദേഷ്യത്തിനല്ല കൊല്ലും ഞാൻ. ആ ജഡ്ജിനെ തന്നെ. മെനഞ്ഞാന്ന് പോലും ഏതോ അയാളെ ഉന്നം തെറ്റിച്ച് വെടിവെച്ചു. അങ്ങനെ രക്ഷപ്പെട്ടു.
എന്താന്നറിയോ, എന്റെ കൈ കൊണ്ട് തന്നെ കൊല്ലൊന്ന് എഴുതിയിട്ടുണ്ട്. അതാ നിങ്ങൾക്ക് വെടിവെക്കാൻ അറിയാമോ? വേറൊരുകാരനാക്കി തോക്കെടുത്ത് വെടിവെക്കാരനായിരിക്കും. തോക്ക് കിട്ടിയില്ലെങ്കിലാ? കത്തിയെടുത്ത് കുത്തി മത്സകളയെ. കത്തിയും കിട്ടിയില്ലെങ്കിലാ? ഒരാളിലേക്ക് കടിച്ച് കൊന്നുകളെ. അത് മതി വാ. എനിക്ക് കൈ ഇറങ്ങിയിട്ടില്ല. എന്തായത് ഇനിയും കൊന്നിട്ടില്ല, അതിന് മുമ്പ് കൂട്ടി കയറ്റിയോ? യുവർ ഓണർ ബാനർ കേട്ടാ വാ. അല്ല, അളിയൻ വരുമോ? വരും, പക്ഷേ വരില്ല. എന്താ ഇത് സിനിമ കൊട്ട? ഇപ്പോഴല്ലേ കഷ്ടപ്പെട്ട് ക്യൂന്ന് ടിക്കറ്റ് വാങ്ങിയത്, അതിനുമ്പേ മറന്നുപോയാ? അതല്ലേ? ഇല്ല, അതെ. നല്ല ആൾക്കൂട്ടം. വെളിയില് ഹൗസ് ഹോൾഡ് ബോർഡ് വെച്ചിട്ടുണ്ട്. ഉണ്ട്. അതെ, ആക്ഷൻ ഫിലിമാണോ കോമഡി ഫിലിമാണോ? കില്ലർ ഫിലിം. ഓ, ഇതെന്താ കില്ലർ ഫിലിം എന്ന് പറഞ്ഞിട്ട് കിങ് കോങ്ങിനെയാ കാണിക്കുന്നത്? നീയാടാ കുരങ്ങ്. എന്താ അവിടെ പറഞ്ഞല്ല ഇവിടെ ടി വി വരുന്നത്? ലൈബ്രറിയിലെ കുറച്ചിടില്ലേ? അയ്യോ, വളരെ ക്രൂരമായിട്ട് സംസാരിച്ചല്ലോ. അതെ, ഒരു തമാശ പറഞ്ഞത് സിനിമയാക്കി 100 ദിവസം ഓടിക്കാനാ. അതെ, ഞാൻ മാത്രമേ ഉള്ളൂ, നിങ്ങളില്ലല്ലോ. നിങ്ങളെ മാത്രം സൂം ചെയ്ത് കറക്റ്റ് ആണല്ലോ. അവിടെ എന്താ നരസിംഹമാണ് ഓടുന്നത്? വിസിലടിച്ച് കൈകൊട്ടാൻ വേണ്ടി. ഇതെന്താ എഡിറ്റിംഗ് ഒക്കെ ചെയ്തേക്കുന്നത്? റീ റെക്കോർഡിംഗും ചെയ്തിട്ടുണ്ടല്ലോ. ഇതൊക്കെ എപ്പോഴാ ചെയ്തേ? ഷൂട്ട് ചെയ്തപ്പോഴേ ചെയ്തു. എന്തിനാ ഇതൊക്കെ പോയി ഷൂട്ട് ചെയ്തത്? കൊല്ലാൻ വേണ്ടി. കൊല്ലാൻ വേണ്ടിയോ? ഇതാരാ, എഡിറ്ററാണോ? അല്ല, ഈ എപ്പിസോഡിന്റെ ഡയറക്ടർ. എന്താ ഇത് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് കൊല്ലുന്ന കാര്യമാ പറയുന്നേ? ആരെയാ ബ്രദറെ കൊല്ലാൻ പോകുന്നേ? ജഡ്ജിനെ. ഏത് ജഡ്ജിനെ? നീ കൊല്ലുമെന്ന് പറഞ്ഞില്ലേ, ആ ജഡ്ജിനെ. അയാളെ എന്തിനാ നീ കൊല്ലുന്നേ? കോടിക്കണക്കിന് പൈസ വാങ്ങിച്ചു പോയില്ലേ? ഓഹോ, വേറെ? ചാവാൻ പോകുന്ന ജഡ്ജ്, കൊല്ലാൻ പോകുന്ന ഞാൻ, അകത്താവുന്നത് നീ. എന്തിനാ? ജയിലിനകത്ത്. എന്തിനാ? നീയല്ലേ അത് പറഞ്ഞത്? എന്തെന്നാ? കണ്ടതല്ലേ സിനിമ? കണ്ടു. നീ പറഞ്ഞതല്ലേ എന്റെ ഫോൺ ചിപ്പിലുണ്ട്. DVD-ലാക്കി കമ്മീഷണർ ഓഫീസിലെത്തിക്കും, സൂക്ഷിച്ചോ. എടാ ദ്രോഹികളെ, നിങ്ങൾ ചെയ്ത ടോർച്ചറി കിക്ക് തലയ്ക്ക് പിടിച്ച് ബോധമില്ലാതെ കപ്പലിൽ കയറി പോലൊക്കെ. കപ്പലിൽ തന്നെ ആടാ നീ. കപ്പലിലോ? അപ്പൊ കപ്പലിൽ വെച്ചാണോ നിങ്ങൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തത്? ഏയ്, നിങ്ങളെ എല്ലാത്തിനെയും പോലീസിനെ കൊണ്ട് പിടിപ്പിക്കോടാ. പോലീസ് പോലീസ് പോലീസ്. അളിയാ, നീ എന്താണ് മാതിരി വാച്ചുമാരെ പോലെ? അളിയാ, എങ്ങനെ ഇരിക്കുന്നല്ല നീ? നിന്നെ കണ്ടപ്പോഴായിരിക്കും ജീവൻ തിരിച്ചു കിട്ടിയത്. നാട്ടിലെ പെങ്ങൾക്ക് സുഖമല്ലേ? നിന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ സുഖമായിരിക്കുന്നോ? എക്സ്ക്യൂസ് മീ, പേഴ്സണൽ മാറ്റർ പ്ലീസ് 2 steps ബാക്ക്. താങ്ക് യു. അളിയാ, നമ്മുടെ ചുറ്റിനും നിൽക്കുന്നവരില്ലേ, ഇവരെല്ലാം കൊലയാളികളാ. നീ ഒട്ടും പേടിക്കണ്ട, എന്നെ അങ്ങനെ രക്ഷിക്കടാ. എന്താടാ എന്ത് പറഞ്ഞാലും ഊന്ന് പറയുന്നത്? എന്താടാ ഇത് വായിൽ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നത്? പരമദുഷ്ട അളിയനാണോ താൻ? മഹാപാവി, ചോറാണോ അതോ വേറെ വല്ലതാണോ തിന്നെ? തന്നെയൊക്കെ ഒന്ന് കടലിൽ താക്കണം. അങ്ങനെയൊന്നും പറഞ്ഞുകൂടെ, പാപമാണ്. അതെ, എന്റെ മുറപ്പെണ്ണായതുകൊണ്ട് മാത്രമാ തന്റെ പെങ്ങളെ കല്യാണം കഴിക്കാൻ പോലും ഞാൻ സമ്മതിച്ചേ. അതിനെന്നെ പൂവിട്ട് പൂജിക്കാൻ വേണ്ടത്. അതിന് വരെ എന്നെ റൗഡികളെ കൊണ്ട് തല്ലിക്കോടാണോ താൻ? ഞാനോ? കവറാ പിടിച്ച് കാണിച്ചു തരാന്ന് പറഞ്ഞ് ജിഗിരിതെന്താ ദൂത് തന്ന് എന്ന് മാത്രം ചുറ്റിച്ചെന്നറിയാമോ? അയ്യോ, എന്നെ പോലെ തന്നെ ഇന്ന് കരയുന്ന കണ്ടില്ലേ? അതിനാ രക്തമെന്ന് പറയുന്നേ. കുത്തിയാൽ ആ രക്തം പുറത്തിയാടും. എന്താ നീ ജഡ്ജിയാൽ കൊല്ലുമ്പോ എന്നെ സാക്ഷിയാക്കാൻ പോകുന്നു? അയ്യോ, കള്ളം 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 കള്ളം, വിശ്വസിക്കരുത്, കള്ളം. ഞാൻ ഇവിടെ സംസാരിക്കുമ്പോ നീ അങ്ങോട്ടേക്ക് എന്താ പറയുന്നത്? ഇവിടെ ചുറ്റും ക്യാമറ വെച്ചിട്ടുണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ സിനിമയായിട്ട് കാണിക്കൂര്. എന്നെ മര്യാദക്ക് വിട്ടയച്ചോ, ഇല്ലെങ്കിൽ തന്റെ പെങ്ങളെ ഞാൻ ഒരിക്കലും കെട്ടില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. നീ ധൈര്യമായിട്ടിരിക്കുക, നിന്നെ ഞാൻ വിട്ടയക്കാം. ഒരു മിനിറ്റ് സാർ, എന്റെ പെങ്ങള് നല്ല സുന്ദരിയാ, ഇത്തിരി കറുത്തിട്ടാന്നേ ഉള്ളൂ. അവൾക്ക് ചേരുന്ന ഒരേ ഒരു ചെറുക്കൻ ഇവനാ. ഇവനും കൂടി ഉപേക്ഷിച്ച പിന്നെ അവളെ കെട്ടാൻ ആര് വരാനാ? അതുകൊണ്ട് ഇവനെ എത്രയും വേഗം വിട്ടയച്ചിട്ട് എന്നെ കുറച്ച് കഴിഞ്ഞ് വിട്ടയച്ചാ. ആരാടാ സംസാരിക്കുമ്പോ വെള്ളത്തിൽ കല്ലെറിയുന്നത്? അയ്യോ, ഇതെന്താ അളിയൻ കറിയുന്നല്ലോ? അളിയാ, അയ്യോ അയ്യോ, അളിയാ, അയ്യോ, അളിയൻ വെള്ളത്തിൽ വീട്, രക്ഷിക്കണം രക്ഷിക്കണം. അളിയനെ നീന്താ അറിയത്തില്ല. അയ്യോ, രക്ഷിക്കണം. അയ്യോ, ഇതെന്താ രക്ഷിക്കാൻ പറഞ്ഞപ്പോ വെടിവെക്കില്ല. വേണ്ട 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 വേണ്ട. അയ്യോ വേണ്ട, അത് ചെയ്യല്ലേ.
എന്റെ അളിയനെ കൊന്നിട്ട് എന്റെ പെങ്ങളുടെ ജീവനം വഴിയാധാരമാക്കല്ലേ. സത്യമായിട്ടും നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. എന്ത് പറഞ്ഞാലും അനുസരിക്കാം ഞാൻ. എന്താ പട്ടിയെ പോലെ മൂങ്ങുന്നേ? പിന്നെന്താ, കല്യാണത്തിന് പാട്ട് പാടാൻ പോവില്ലല്ലോ. അടിച്ച് പല്ലിയാങ്കളയും. പറയേ, ഞാനാരാ? കൊലയാളി. അത് ജഡ്ജിന്. നിനക്ക്? എന്റെ അളിയൻ. എവിടുന്നാ വരുന്നേ? കൊല്ലത്തുനിന്ന്. എന്റെ പേരെന്താ? ഇതുവരെ ഹാദവൻ, ഇനി മുതൽ മുരുകൻ. കൊള്ളാലോ. 6 ഗ്ലാസ് ബാങ്ക് പാല് കുടിച്ചിട്ട് ഇത്രയും ബോധത്തോടെ സംസാരിക്കും. ബാങ്ക് പാലോ? എന്താണെന്നാണല്ലോ പറഞ്ഞത്. ബംഗാളിൽ അതിന്റെ ഒരു ബാങ്ക് പാലെന്ന്. മഹാഭാവി പരമദുഷ്ട എന്നെ പറ്റി പറഞ്ഞതാ. മുരുക. മുരുകനോ? ഏത് മുരുകൻ? നിന്റെ മച്ചാൻ മുരുകനെ ഓർമ്മപ്പെടുത്തിയത്. എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാ എന്റെ ഫോൺ ഷിപ്പിലുള്ള നിന്റെ വാക്കും ഷിപ്പിലുള്ള നിന്റെ മച്ചാനും രണ്ടും എന്റെ കസ്റ്റഡിയിലാ. രണ്ടും പുറത്തു വരും. അയ്യയ്യ, അതൊക്കെ എന്തിനാ?